ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചാപ്റ്ററാണിത്. എക്സാം ഓറിയൻറ്റഡായി സിമ്പിളായി നമുക്ക് ഓരോ പോർഷൻസും ഡിസ്കസ് ചെയ്യാം. ദ ഫീച്ചേഴ്സ് ഓഫ് DNA ഡബിൾ ഹെലിക്സ് ടെക്സ്റ്റിൽ കാണിച്ചിരിക്കുന്ന ഫിഗറാണിത്. 2 polynucleotide chains. So DNA has 2 polynucleotide chains. The 2 chains have anti-parallel polarity. One chain 5' to 3' and the other one 3' to 5'. Nitrogen bases. DNA യിൽ കാണുന്ന nitrogen bases adenine, thymine, guanine and cytosine. DNA യിൽ കാണുന്ന ഷുഗർ ഏത് ടൈപ്പ് ഷുഗറാണ്? ഡിയോക്സി റൈബോസ് ഷുഗർ. ഹൈഡ്രജൻ ബോണ്ട് കണക്ട് നൈട്രോജൻ ബേസസ്. നൈട്രോജൻ ബേസസിനെ കണക്ട് ചെയ്യുന്നത് ഹൈഡ്രജൻ ബോണ്ടാണ്. ബിറ്റ്വീൻ അഡിനിൻ ആൻഡ് തൈമിൻ 2 ഹൈഡ്രജൻ ബോണ്ട്. അഡിനിൻ്റെയും തൈമിൻ്റെയും ഇടയിലായി 2 ഹൈഡ്രജൻ ബോണ്ട് കാണാം. ബിറ്റ്വീൻ ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ 3 ഹൈഡ്രജൻ ബോണ്ട്. ഗ്വാനിൻ്റെയും സൈറ്റോസിൻ്റെ ഇടയിലായി 3 ഹൈഡ്രജൻ ബോണ്ട് കാണാം. ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് കണക്ട് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്. ഷുഗർ മോളിക്യൂളിനെയും ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെയും കണക്ട് ചെയ്യുന്നത് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ടാണ്. ഇനി ഇതിൽ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന കുറച്ച് മെഷർമെൻറ്റ്സ് കൂടി ഓർത്ത് വെക്കണം. പിച്ച് ഓഫ് ഹെലിക്സ്, 2 ചുറ്റുകൾ തമ്മിലുള്ള ദൂരം എത്രയാണ്? 3.4 നാനോമീറ്റർ ആണ്. ഓക്കെ, പിച്ച് ഓഫ് ഹെലിക്സ് 3.4 നാനോമീറ്റർ. പിച്ച് ഓഫ് ഹെലിക്സ് എന്ന് പറഞ്ഞാൽ 2 ചുറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി ഒരു ടേണിൽ എത്ര ബേസ് പെയർസ് കാണും? 10 ബേസ് പെയർസ് കാണും. ബേസ് പെയർസ് എന്ന് പറഞ്ഞാൽ അഡിനിൻ തൈമിൻ ഒരു ബേസ് പെയറാണ്, ഗ്വാനിൻ സൈറ്റോസിൻ മറ്റൊരു ബേസ് പെയറാണ്. അങ്ങനെ 10 ബേസ് പെയർസ് ഒരു ടേണിൽ കാണാം. ഈ ബേസ് പെയർസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 0.34 നാനോമീറ്റർ. ദാറ്റ് ഈസ് പിച്ച് ഓഫ് ഹെലിക്സ് ഈസ് 3.4 നാനോമീറ്റർ. 10 base pairs in each turn. Distance between base pair is 0.34 nanometer. Topic central dogma. Central dogma of molecular biology. What is central dogma? ഇതിൽ കാണുന്ന റെപ്രസെൻറ്റേഷന് ശ്രദ്ധിക്കുക. എക്സാമിന് ഈ ഒരു റെപ്രസെൻറ്റേഷന് തന്ന് ഐഡൻറ്റിഫൈ എന്ന് ചോദിച്ചാൽ ദിസ് ഈസ് സെൻട്രൽ ഡോഗ്മ. സെൻട്രൽ ഡോഗ്മ മീൻസ് ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം DNA ടു RNA ആൻഡ് ദെൻ ടു പ്രോട്ടീൻ. ജനറ്റിക് ഇൻഫോർമേഷൻ മൂവ് ചെയ്യുന്നത് DNA-യിൽ നിന്നും RNA-യിലേക്കും RNA-യിൽ നിന്ന് പ്രോട്ടീനിലേക്കുമാണ്. ഇതാണ് സെൻട്രൽ ഡോഗ്മ. പക്ഷേ ചില വൈറസസിൽ ജനറ്റിക് ഇൻഫോർമേഷന് മൂവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ദാറ്റ് ഈസ് RNA-യിൽ നിന്നും DNA-യിലേക്ക്. ഇവിടെ ഒരുപാട് പ്രോസസ്സ് റെപ്രസെൻ്റ് ചെയ്ത് കാണാം. റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ DNA അതിൻ്റെ കോപ്പീസ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ്. DNA-യിൽ നിന്നും ഇൻഫോർമേഷൻ RNA-യിലേക്ക് പാസ് ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. RNA-യിൽ നിന്നും ജനറ്റിക് ഇൻഫോർമേഷൻസ് യൂസ് ചെയ്ത് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. DNA-യിൽ നിന്നും ഇൻഫോർമേഷൻ RNA-യിലേക്ക് മൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. സോ ചില വൈറസസിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇൻഫോർമേഷൻസ് മൂവ് ചെയ്യുക. ദാറ്റ് ഈസ് RNA-യിൽ നിന്നും DNA-യിലേക്ക്. ആ ഒരു പ്രോസസ്സിനെ പറയുന്നത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ്. സോ റെപ്ലിക്കേഷൻ വഴി DNA കോപ്പീസ് ഫോം ചെയ്യുന്നു. DNA-യിൽ നിന്നും ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് വഴി ജനറ്റിക് ഇൻഫോർമേഷൻസ് mRNA-യിലേക്ക് പാസ് ചെയ്യുന്നു. ജനറ്റിക് ഇൻഫോർമേഷൻസ് യൂസ് ചെയ്ത് mRNA ട്രാൻസ്ലേഷൻ വഴി പ്രോട്ടീൻ നിർമ്മിക്കുന്നു. ഇതാണ് സെൻട്രൽ ഡോഗ്മ. ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ ഫ്രാൻസിസ് ക്രിക്ക്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ജനറ്റിക് ഇൻഫോർമേഷൻ ഫ്ലോസ് ഫ്രം DNA ടു RNA ദെൻ ടു പ്രോട്ടീൻ. സെൻട്രൽ ഡോഗ്മ പ്രപ്പോസ് ചെയ്തത് ഫ്രാൻസിസ് ക്രിക്ക് ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു DNA-യുടെ ഡബിൾ ഹെലിക്സ് മോഡൽ പ്രപ്പോസ് ചെയ്തത് വാട്സണും ക്രിക്കും കൂടിയാണ്. സെൻട്രൽ ഡോഗ്മ പ്രപ്പോസ് ചെയ്തത് ഫ്രാൻസിസ് ക്രിക്കാണ്. ഓക്കെ, സോ സെൻട്രൽ ഡോഗ്മ മീൻസ് ജനറ്റിക് ഇൻഫോർമേഷൻ DNA-യിൽ നിന്ന് RNA-യിലേക്കും RNA-യിൽ നിന്ന് പ്രോട്ടീനിലേക്കും മൂവ് ചെയ്യും. ഇൻ സം വൈറസസ് ദ ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ ഈസ് ഇൻ റിവേഴ്സ് ഡയറക്ഷൻ, RNA ടു DNA. ദിസ് ഈസ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. വൈറസ് capable of reverse transcription are called retroviruses. For example, HIV. RNA-യിൽ നിന്നും ഇൻഫോർമേഷൻ DNA-യിലേക്ക് മൂവ് ചെയ്യുന്നതാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. അങ്ങനെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പെർഫോം ചെയ്യുന്ന വൈറസസിന് റിട്രോ വൈറസ് എന്നാണ് പറയുക. ഫോർ എക്സാമ്പിൾ HIV ഒരു റിട്രോ വൈറസ് ആണ്. HIV-യുടെ ജനറ്റിക് മെറ്റീരിയൽ RNA ആണ്. സോ ജനറ്റിക് ഇൻഫോർമേഷൻ മൂവ് ചെയ്യുന്നത് RNA-യിൽ നിന്നും DNA-യിലേക്കാണ്. ഫസ്റ്റ് ലെറ്റ് സ്റ്റഡി അബൌട്ട് റെപ്ലിക്കേഷൻ. DNA-യിൽ നിന്നും റെപ്ലിക്ക ഓർ കോപ്പീസ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് റെപ്ലിക്കേഷൻ. ഒബ്സർവ് ദ ഫിഗർ. ഇതിൽ ഹെലിക്കലി ട്വിസ്റ്റ് ചെയ്ത DNA അൺവൈൻഡ് ചെയ്യും. അതിനുശേഷം റെപ്ലിക്കേഷന് സ്റ്റാർട്ട് ചെയ്യും. റെപ്ലിക്കേഷന് ശേഷം DNA-യുടെ 2 കോപ്പീസ് ഫോം ചെയ്യും.
പുതുതായി ഫോം ചെയ്ത DNA-യുടെ ഒരു സ്ട്രാൻഡ് പാരന്റ് DNA-യുടെ അതേ സ്ട്രാൻഡ് തന്നെയാണ്. അതിന് ഓപ്പോസിറ്റായി ഫോം ചെയ്യുന്നത് മാത്രമാണ് പുതിയ സ്ട്രാൻഡ്. പാരന്റ് DNA-യുടെ സ്ട്രാൻഡ് അതേപോലെ കൺസേർവ് ചെയ്യുന്നുണ്ട് ഡോട്ടർ DNA-യിൽ. ഓക്കെ, ഒരു സ്ട്രാൻഡ് പാരന്റ് സ്ട്രാൻഡ് തന്നെയാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഫോം ചെയ്യുന്ന സ്ട്രാൻഡാണ് ന്യൂലി ഫോംഡ് സ്ട്രാൻഡ്. ഒരു സ്ട്രാൻഡ് അതേപോലെ കൺസേർവ് ചെയ്യുന്നത് കൊണ്ട് ടൈപ്പ് ഓഫ് റെപ്ലിക്കേഷനെ പറയുന്നത് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ എന്നാണ്. DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആണെന്ന് പ്രപ്പോസ് ചെയ്തത് വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. എന്താണ് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ? നമ്മളിപ്പോൾ പറഞ്ഞു. ദാറ്റ് ഈസ് ഒരു DNA 2 കോപ്പീസ് ഓഫ് DNA ഫോം ചെയ്യുന്നുണ്ട്. ന്യൂലി ഫോം ചെയ്ത DNA-യിൽ 2 സ്ട്രാൻഡ്സ് ഉണ്ടാകും. അതിൽ ഒരു സ്ട്രാൻഡ് പാരൻ്റൽ സ്ട്രാൻഡ് തന്നെ ആയിരിക്കും. ഓപ്പോസിറ്റുള്ള സ്ട്രാൻഡ് മാത്രമാണ് ന്യൂലി ഫോം ചെയ്ത സ്ട്രാൻഡ്. ദാറ്റ് ഈസ് 2 സ്ട്രാൻഡിൽ ഒരെണ്ണം പാരൻ്റൽ സ്ട്രാൻഡാണ്, മറ്റേത് ന്യൂലി ഫോംഡ് സ്ട്രാൻഡാണ്. പാരൻ്റൽ DNA-യുടെ ഒരു സ്ട്രാൻഡ് ഡോട്ടർ DNA-യിൽ കൺസേർവ് ചെയ്യുന്നത് കൊണ്ടാണ് റെപ്ലിക്കേഷന് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഹെലിക്കലി ട്വിസ്റ്റ് ചെയ്ത DNA ഒരു പോയിന്റിൽ വെച്ച് ഓപ്പൺ ചെയ്ത് റെപ്ലിക്കേഷന് സ്റ്റാർട്ട് ചെയ്യും. റെപ്ലിക്കേഷന് സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലേസ് ആണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഹെലിക്കലി ട്വിസ്റ്റ് ചെയ്ത് കാണുന്ന DNA ഹെലിക്കേസ് എൻസൈമിൻ്റെ സഹായത്തോടു കൂടിയാണ് അൺവൈൻഡ് ചെയ്യുന്നത്. അൺവൈൻഡ് ചെയ്യുന്ന സമയത്ത് ഫോം ചെയ്യുന്ന Y ഷേപ്പിൽ കാണുന്ന സ്ട്രക്ചറിനെയാണ് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയുന്നത്. ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഫിഗർ റെപ്ലിക്കേഷൻ ഫോർക്കാണ്. DNA അൺവൈൻഡ് ചെയ്യുന്ന എൻസൈമാണ് ഹെലിക്കേസ്. അതേപോലെ DNA റെപ്ലിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു എൻസൈമാണ് DNA പോളിമറേസ്, DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ് എൻസൈം. ഒബ്സർവ് ദ ഫിഗർ. ഇതിൽ ടെംപ്ലേറ്റ് DNA ഓർ പാരൻ്റൽ DNA കാണാം, അതായത് ആദ്യത്തെ DNA. ഈ DNA ആണ് റെപ്ലിക്കേഷൻ നടന്ന് 2 കോപ്പീസ് ഓഫ് DNA ആയി മാറുന്നത്. പാരന്റ് DNA-യുടെ ആദ്യത്തെ സ്ട്രാൻഡ് 5' to 3' ഡയറക്ഷനാണ്. ഓപ്പോസിറ്റ് സ്ട്രാൻഡ് 3' to 5' ഡയറക്ഷനാണ്. പാരന്റ് DNA-യുടെ സ്ട്രാൻഡ് അതേപോലെ ഡോട്ടർ DNA-യിൽ കൺസേർവ് ചെയ്യുന്നുണ്ട്. ഈ ഫിഗറിൽ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് പാരന്റ് DNA-യുടെ സ്ട്രാൻഡ്. അത് അതേപോലെ കൺസേർവ് ചെയ്യുന്നുണ്ട്. ഓപ്പോസിറ്റ് ഫോം ചെയ്യുന്നത് മാത്രമാണ് പുതിയ സ്ട്രാൻഡ്, അതായത് റെഡ് കളറിൽ കാണുന്നതാണ് പുതിയ സ്ട്രാൻഡ്. സോ റെപ്ലിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് DNA പോളിമറേസ് എൻസൈം. DNA പോളിമറേസ് എൻസൈം 5' to 3' ഡയറക്ഷനിലാണ് പുതിയ DNA സ്ട്രാൻഡ് നിർമ്മിക്കുന്നത്. ഒബ്സർവ് ദ ഫിഗർ. ഇതാണ് പാരന്റ് സ്ട്രാൻഡ്. ഈ സ്ട്രാൻഡിന് ഓപ്പോസിറ്റായാണ് പുതിയ സ്ട്രാൻഡ് ഫോം ചെയ്യുന്നത്. 3' to 5' ഡയറക്ഷനിലുള്ള പാരന്റ് സ്ട്രാൻഡിൻ്റെ ഓപ്പോസിറ്റ് പുതിയ സ്ട്രാൻഡ് ഫോം ചെയ്യുന്നത് 5' to 3' ഡയറക്ഷനിലാണ്. ഓക്കെ, കണ്ടിന്യൂസ് ആയാണ് ഈ സ്ട്രാൻഡിൽ സിന്തസിസ് നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന പ്രോസസ്സിനെ കണ്ടിന്യൂസ് സിന്തസിസ് എന്ന് പറയും. ഈ ഒരു സ്ട്രാൻഡിനെ ലീഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയും. ഒബ്സർവ് ഹിയർ. രണ്ടാമത് ഫോം ചെയ്യുന്ന ഡോട്ടർ DNA-യുടെ പാരന്റ് സ്ട്രാൻഡാണിത്. ഇതാണ് ന്യൂലി ഫോംഡ് സ്ട്രാൻഡ്. ഒബ്സർവ് ഹിയർ. ഇവിടെ പാരന്റ് സ്ട്രാൻഡ് 5' to 3' ഡയറക്ഷനിലാണ്. സോ ന്യൂ സ്ട്രാൻഡ് ഫോം ചെയ്യേണ്ടത് 3' to 5' ഡയറക്ഷനിലാണ്. പക്ഷേ DNA പോളിമറേസ് എൻസൈമിന് 3' to 5' ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ സ്ട്രാൻഡിൽ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആയാണ് DNA സിന്തസിസ് നടക്കുന്നത്. ഈ ഫ്രാഗ്മെൻറ്റ്സിനെ ഒഗാസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയും. പിന്നീട് ഈ ഒഗാസാക്കി ഫ്രാഗ്മെൻറ്റ്സിനെ ലിഗേസ് എൻസൈം യൂസ് ചെയ്ത് ജോയിൻ ചെയ്യും. ഇവിടെ സിന്തസിസ് നടക്കുന്നത് കണ്ടിന്യൂസ് ആയി അല്ല, ദാറ്റ് ഈസ് ഫ്രാഗ്മെൻറ്റ്സ് ആയാണ്. അതുകൊണ്ട് ഈ സിന്തസിസിനെ ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് എന്ന് പറയും. ഈ ഒരു സ്ട്രാൻഡിനെ ലാഗിങ് സ്ട്രാൻഡ് എന്ന് പറയും. സോ റെപ്ലിക്കേഷൻ മീൻസ് കോപ്പിയിങ് ഓഫ് DNA ഫ്രം പാരൻ്റൽ DNA. പാരൻ്റൽ DNA-യിൽ നിന്നും കോപ്പീസ് ഓഫ് DNA ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് റെപ്ലിക്കേഷൻ. ഇറ്റ് ടേക്സ് പ്ലേസ് അറ്റ് S phase ഓഫ് ദ സെൽ സൈക്കിൾ ഇൻ യൂകാരിയോട്സ്. യൂകാരിയോട്സിൽ സെൽ സൈക്കിളിൻ്റെ S phase-ലാണ് റെപ്ലിക്കേഷൻ നടക്കുന്നത്. സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ. ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ വാട്സൺ ആൻഡ് ക്രിക്ക്. വാട്സൺ ആൻഡ് ക്രിക്ക് ആണ് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. The newly formed DNA have one parent strand and one new strand. As the parent strand is conserved, it is called a semi-conservative replication. Newly formed ചെയ്ത DNA-യിൽ ഒരു സ്ട്രാൻഡ് പാരന്റ് സ്ട്രാൻഡ് തന്നെയാണ്, അതായത് പാരന്റ് DNA-യുടെ സ്ട്രാൻഡ് തന്നെയാണ്. ഓപ്പോസിറ്റ് ഫോം ചെയ്ത സ്ട്രാൻഡാണ് ന്യൂലി ഫോംഡ് സ്ട്രാൻഡ്. പാരന്റ് സ്ട്രാൻഡ് അതേപോലെ കൺസേർവ് ചെയ്യുന്നതുകൊണ്ട് ഈ റെപ്ലിക്കേഷനെ സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. DNA replicates in 5' to 3' direction. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ.
Replication fork, a small opening of DNA where replication occur. Replication നടക്കുന്ന DNA-യുടെ ചെറിയ ഓപ്പണിംഗ് ആണ്, പ്ലേസ് ആണ് replication fork. Leading strand and lagging strand പറഞ്ഞു നമ്മൾ. Leading strand means on one strand the template with polarity 3' to 5'. The replication is continuous. This strand is called leading strand. 3' to 5' ഡയറക്ഷനിൽ റൺ ചെയ്യുന്ന സ്ട്രാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഫോം ചെയ്യുന്ന ന്യൂ സ്ട്രാൻഡിൽ സിന്തസിസ് നടക്കുന്നത് കണ്ടിന്യൂസ് ആയാണ്. അതുകൊണ്ട് ആ സ്ട്രാൻഡിനെ ലീഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയും. ഓൺ ദ അതർ സ്ട്രാൻഡ് the template with polarity 5' to 3', replication is discontinuous. This strand is called a lagging strand. New strand is formed as fragments. These fragments are called Okazaki fragments. 5' to 3' ഡയറക്ഷനിൽ റൺ ചെയ്യുന്ന സ്ട്രാൻഡിൻ്റെ ഓപ്പോസിറ്റ് ന്യൂ സ്ട്രാൻഡ് ഫോം ചെയ്യുന്നത് ഡിസ്കണ്ടിന്യൂസ് ആയാണ്. അതുകൊണ്ട് ഈ ഒരു സ്ട്രാൻഡിനെ ലാഗിങ് സ്ട്രാൻഡ് എന്ന് പറയും. ഫ്രാഗ്മെൻറ്റ്സ് ആയാണ് പുതിയ സ്ട്രാൻഡ് ഫോം ചെയ്യുന്നത്. ഈ ഫ്രാഗ്മെൻറ്റ്സിനെ ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയും. റെപ്ലിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് പറഞ്ഞു. ഹെലിക്കേസ് അൺവൈൻഡിങ് ഡി എൻ എ അൺവൈൻഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ഹെലിക്കേസ്. DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ് ആഡ് ന്യൂക്ലിയോടൈഡ്സ്. പുതുതായി ഫോം ചെയ്യുന്ന സ്ട്രാൻഡിൽ ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്യുന്നത് DNA പോളിമറേസ് എൻസൈമാണ്. ലിഗേസ് ജോയിൻ ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സ് അതായത് ലാഗിങ് സ്ട്രാൻഡിലുള്ള ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സിനെ ജോയിൻ ചെയ്യുന്നത് ലിഗേസ് എൻസൈമാണ്. Deoxyribonucleoside triphosphates, that is DATP, DGTP, DCTP and DTTP. They act as substrate for DNA synthesis. DNA synthesis ne help ചെയ്യുന്ന substrate ആയി act ചെയ്യുന്ന molecules ആണിത്. They provide energy for polymerization reaction. Replication ആവശ്യമായ energy provide ചെയ്യുന്നത് deoxyribonucleoside triphosphate. Central dogma എന്താണെന്ന് ഓർത്തു വെക്കണം. ദാറ്റ് മീൻസ് DNA റെപ്ലിക്കേഷന് കംപ്ലീറ്റ് ചെയ്തു. DNA നെക്സ്റ്റ് ഇൻഫോർമേഷൻ RNAയിലേക്ക് പാസ് ചെയ്യും. ഏത് പ്രോസസ്സ് വഴിയാണ്? ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് വഴിയാണ്. ട്രാൻസ്ക്രിപ്ഷൻ മീൻസ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കോപ്പിയിങ് ജനറ്റിക് ഇൻഫോർമേഷൻ ഫ്രം വൺ സ്റ്റാൻഡ് ഓഫ് ദ DNA ഇൻടു RNA. DNAയിൽ സൂക്ഷിച്ചിരിക്കുന്ന ജനറ്റിക് ഇൻഫോർമേഷൻ RNAയിലേക്ക് കോപ്പി ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. DNA-യുടെ രണ്ട് സ്ട്രാൻഡും കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്സ് ആണ്. ദാറ്റ് ഈസ് ഒരു സ്ട്രാൻഡിൽ അഡിനിൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ തൈമിൻ ആയിരിക്കും. ഒരു സ്ട്രാൻഡിൽ ഗ്വാനിൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ സൈറ്റോസിൻ ആയിരിക്കും. ലൈക്ക് ദാറ്റ്. ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിൻ്റെ ബേസിസ് എന്താണ്? ഈ ഒരു കോംപ്ലിമെൻറ്റാരിറ്റി ആണ്. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് ബേസ് പെയേഴ്സ്. RNA-യിൽ തൈമിൻ ഇല്ലാത്തത് കൊണ്ട് അതിന് പകരം യുറാസിലാണ് കോംപ്ലിമെൻ്ററി ബേസ് പെയറായി ആഡ് ചെയ്യുന്നത്. ഓക്കെ. ട്രാൻസ്ക്രിപ്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ന്യൂക്ലിയസിൽ വെച്ചാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക. സോ ട്രാൻസ്ക്രിപ്ഷൻ മീൻസ് ഇറ്റ് ഈസ് ദ കോപ്പിംഗ് ഓഫ് ജനറ്റിക് ഇൻഫോർമേഷൻ ഫ്രം DNA ടു RNA. DNA-യുടെ ചെറിയൊരു ഭാഗത്തിൽപ്പെട്ട ഒരു പോർഷൻ മാത്രമാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്, അതായത് RNA ആയി കോപ്പി ചെയ്യപ്പെടുന്നത്. അങ്ങനെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന DNA-യുടെ ഒരു പോർഷനെ നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയാം. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ഫിഗർ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആണ്. 3' to 5' സ്ട്രാൻഡിനെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയും. ഓക്കെ. അതിൻ്റെ ഓപ്പോസിറ്റായി കാണുന്ന 5' to 3' ഡയറക്ഷനിൽ കാണുന്ന സ്ട്രാൻഡിനെയാണ് കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയാം. RNA ആയി കോപ്പി ചെയ്യപ്പെടുന്നത് ടെംപ്ലേറ്റ് സ്ട്രാൻഡാണ്. കോഡിംഗ് സ്ട്രാൻഡിന് അങ്ങനെ ഒരു പേരുണ്ടെങ്കിലും കോഡിംഗ് സ്ട്രാൻഡ് അല്ല കോപ്പി ചെയ്യപ്പെടുന്നത്. ഓക്കെ. ടെംപ്ലേറ്റ് സ്ട്രാൻഡാണ് RNA ആയി കോപ്പി ചെയ്യപ്പെടുന്നത്. ആ ഒരു പോയിന്റ് ഓർമ്മ വേണം. 3' to 5' ഡയറക്ഷനിൽ റൺ ചെയ്യുന്ന ടെംപ്ലേറ്റ് സ്ട്രാൻഡാണ് RNA ആയി കോപ്പി ചെയ്യപ്പെടുന്നത്. സോ ദിസ് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. എക്സാമിന് ഈ ഒരു ഫിഗർ തന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചാൽ ഇത് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആണ്. സോ വിച്ച് ആർ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്? പ്രൊമോട്ടർ റീജിയൺ കാണാം. ട്രാൻസ്ക്രിപ്ഷന് സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലേസ് ആണ് പ്രൊമോട്ടർ റീജിയൺ. ടെർമിനേറ്റർ റീജിയന് കാണാം. ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്യപ്പെടുന്ന പ്ലേസ് ആണ് ടെർമിനേറ്റർ റീജിയൻ. ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള സ്ട്രക്ചറൽ ജീൻ, ദാറ്റ് ഈസ് RNA ആയി കോപ്പി ചെയ്യപ്പെടുന്ന ഭാഗമാണ് സ്ട്രക്ചറൽ ജീൻ. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇറ്റ് ഈസ് ദ സെഗ്മെൻറ്റ് ഓഫ് DNA വിച്ച് ടേക്ക് പാർട്ട് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ. അതിൽ ഡിഫറെൻറ്റ് റീജിയൻസ് ഉണ്ട്. പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ ആൻഡ് ടെർമിനേറ്റർ. പ്രൊമോട്ടർ ഈസ് ദ ബൈൻഡിങ് സൈറ്റ് ഫോർ RNA പോളിമറേസ് എൻസൈം. ട്രാൻസ്ക്രിപ്ഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് RNA പോളിമറേസ്. റെപ്ലിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് DNA പോളിമറേസ്. ഓക്കെ. സോ RNA പോളിമറേസ് ബൈൻഡ് ചെയ്യുന്ന പ്ലേസ് ആണ് പ്രൊമോട്ടർ.
സ്ട്രക്ചറൽ ജീൻ ദ റീജിയൻ ഓഫ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് വെയർ ട്രാൻസ്ക്രിപ്ഷൻ ടേക്സ് പ്ലേസ്. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ ഭാഗമാണ് സ്ട്രക്ചറൽ ജീൻ. ടെർമിനേറ്റർ ദ സൈറ്റ് വെയർ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ്. ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന പ്ലേസ് ആണ് ടെർമിനേറ്റർ. ഈ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലുള്ള ഓരോ പാർട്സും എക്സാമിന് ലേബൽ ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. സോ ജനറ്റിക് കോഡ് മീൻസ് ദീസ് ആർ ദ നൈട്രോജൻ ബേസസ് ഇൻ mRNA ദാറ്റ് കണ്ടെയ്ൻ ഇൻഫർമേഷൻ ഫോർ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ നിർമ്മിക്കാൻ ആവശ്യമായ ഇൻഫോർമേഷൻസ് ഉള്ള നൈട്രോജൻ ബേസസിനെയാണ് ജനറ്റിക് കോഡ് എന്ന് പറയുന്നത്. ഈ നൈട്രോജൻ ബേസസ് കാണുന്നത് mRNAയിലാണ്. ഓക്കെ, ദാറ്റ് ഈസ് mRNAയിൽ കാണുന്ന പ്രോട്ടീൻ നിർമ്മിക്കാൻ ആവശ്യമായ ഇൻഫോർമേഷൻസ് ക്യാരി ചെയ്യുന്ന നൈട്രോജൻ ബേസസിനെയാണ് ജനറ്റിക് കോഡ് എന്ന് പറയുന്നത്. ഓരോ ജനറ്റിക് കോഡിലും ഓരോ ഇൻഫോർമേഷൻസ് ഉണ്ട്. ഈ ഇൻഫോർമേഷൻസ് യൂസ് ചെയ്താണ് ഓരോ അമിനോ ആസിഡും ആഡ് ചെയ്യപ്പെടുന്നത്. അതിനനുസരിച്ചാണ് ഒരു പ്രോട്ടീൻ ചെയിൻ ഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒബ്സർവ് ഹിയർ. ഇതിൽ DNA കാണുന്നുണ്ട്. DNAയുടെ 2 സ്ട്രാൻഡ്സും ഒബ്സർവ് ചെയ്യുക. ടെംപ്ലേറ്റ് ആൻഡ് കോഡിംഗ് സ്ട്രാൻഡ്. ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്നും mRNA ഫോം ചെയ്യുന്നു അല്ലേ. ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ നൈട്രോജൻ ബേസസിന് കോംപ്ലിമെൻ്ററി ആയാണ് mRNA സ്ട്രാൻഡ് ഫോർമേഷൻ നടക്കുന്നത്. ദാറ്റ് ഈസ് ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ ഒബ്സർവ് ഹിയർ T ആണെങ്കിൽ, തൈമിൻ ആണെങ്കിൽ mRNAയിൽ അഡിനിൻ ആഡ് ചെയ്യപ്പെടും. ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ A ആണെങ്കിൽ mRNA സ്ട്രാൻഡിൽ U ആയിരിക്കും. RNAയിൽ തൈമിൻ ഇല്ല, അതിന് പകരം യുരാസിൽ. ഇനി ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ C ആണെങ്കിൽ mRNA സ്ട്രാൻഡിൽ G ആയിരിക്കും. ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ G ആണെങ്കിൽ mRNA സ്ട്രാൻഡിൽ C ആയിരിക്കും. ഇതുപോലെയാണ് നൈട്രോജൻ ബേസസ് mRNAയിൽ ആഡ് ചെയ്യപ്പെടുന്നത്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോർഷനാണ്. ഇനി mRNAയിലെ നൈട്രോജൻ ബേസസ് നോക്കിയാൽ ഏതൊക്കെ കാണുന്നുണ്ട്? AUG, CGG, UAC, UUA ഇങ്ങനെ കാണാം അല്ലേ. ഇതിൽ AUG എന്നത് ഒരു ജനറ്റിക് കോഡാണ്. AUG എന്ന കോഡിലുള്ളത് മെഥിയോണിൻ എന്ന അമിനോ ആസിഡാണ്. ഇങ്ങനെ ഓരോ കോഡും ഓരോ അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, ഓരോ അമിനോ ആസിഡും ജോയിൻ ചെയ്ത് പ്രോട്ടീൻ ചെയിന് ഫോം ചെയ്യും. ഈ ഒരു പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. ഇതിൽ തന്നെ ഒബ്സർവ് ചെയ്താൽ കാണാം AUG എന്ന് പറയുന്നത് മെഥിയോണിൻ അമിനോ ആസിഡിനാണ് കോഡ് ചെയ്യുന്നത്. സോ മെഥിയോണിൻ ആഡ് ചെയ്തു. അതിനുശേഷം കാണുന്ന കോഡോണാണ് ജനറ്റിക് കോഡാണ് CGG. CGG എന്നത് കോഡ് ചെയ്യുന്നത് ആർജിനിൻ എന്ന അമിനോ ആസിഡിനെയാണ്. സോ നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് ഏത് അമിനോ ആസിഡാണ്? ആർജിനിനാണ്. നെക്സ്റ്റ് mRNAയിൽ കാണുന്ന ജനറ്റിക് കോഡാണ് UAC. UAC എന്ന് പറയുന്നത് ഏത് അമിനോ ആസിഡിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ടൈറോസിനാണ്. സോ നെക്സ്റ്റ് പ്രോട്ടീൻ ചെയിനിൽ ആഡ് ചെയ്യപ്പെടുന്ന അമിനോ ആസിഡ് ടൈറോസിനാണ്. നെക്സ്റ്റ് mRNAയിൽ കാണുന്ന കോഡോൺ ഓർ ജനറ്റിക് കോഡ് UUA ആണ്. UUA റെപ്രസെൻ്റ് ചെയ്യുന്നത് ല്യൂസിൻ എന്ന അമിനോ ആസിഡാണ്. ഇങ്ങനെ ഓരോ അമിനോ ആസിഡും ആഡ് ചെയ്യപ്പെട്ട് പരസ്പരം പെപ്റ്റൈഡ് ബോണ്ട് കൊണ്ട് കണക്ട് ചെയ്യപ്പെടും. അങ്ങനെ ഒരു പ്രോട്ടീൻ ചെയിൻ ഫോം ചെയ്യും. ഓക്കെ, ഇതാണ് ട്രാൻസ്ലേഷൻ പ്രോസസ്സ്. ഒബ്സർവ് ദിസ് ചാർട്ട്. ഇതൊക്കെയും ജനറ്റിക് കോഡ്സ് ആണ്. ഓക്കെ, ടോട്ടൽ 20 അമിനോ ആസിഡ്സ് ഉണ്ട്. 20 അമിനോ ആസിഡ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ജനറ്റിക് കോഡ്സ് ഉണ്ട്. ടോട്ടൽ 64 ജനറ്റിക് കോഡ്സ് ഉണ്ട്. ഇതിൽ 61 ജനറ്റിക് കോഡും അമിനോ ആസിഡ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. റിമൈനിങ് ആയ 3 എണ്ണം, അതായത് 64 ജനറ്റിക് കോഡ് ഉണ്ട്. അതിൽ 61 ജനറ്റിക് കോഡും ഓരോ അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. റിമൈനിങ് ആയ 3 ജനറ്റിക് കോഡ് ഒരു അമിനോ ആസിഡിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. അവ സ്റ്റോപ്പ് കോഡോണായി ഫങ്ഷൻ ചെയ്യുന്നു. ട്രാൻസ്ലേഷൻ നടക്കുന്ന സമയത്ത് സ്റ്റോപ്പ് കോഡോണായി ഫങ്ഷൻ ചെയ്യുന്നത് ഈ പറയുന്ന 3 കോഡോൺസ് ആണ്. ഇവ ഒരു അമിനോ ആസിഡിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. സോ ടോട്ടൽ 64 ജനറ്റിക് കോഡ്. അതിൽ 61 കോഡ്സ് ഫോർ അമിനോ ആസിഡ് ആൻഡ് റിമൈനിങ് 3 ആർ സ്റ്റോപ്പ് കോഡോൺസ്. ഇതിൽ ഒബ്സർവ് ചെയ്യാം. ഫസ്റ്റ് ജനറ്റിക് കോഡാണ് UUU. ഇതെന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഏത് അമിനോ ആസിഡാണ്? ഫീനൈൽ അലാനിൻ. ആൻഡ് നെക്സ്റ്റ് വൺ UUC. അതും ഫീനൈൽ അലാനിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. UUA ഫോർ ല്യൂസിൻ, UUG ഫോർ ല്യൂസിൻ. അങ്ങനെ ഓരോ ജനറ്റിക് കോഡും ഡിഫറെൻറ്റ് അമിനോ ആസിഡ്സിനെ റെപ്രസെൻ്റ് ചെയ്യും. ലെറ്റ് us see what are the features of genetic code. ഫസ്റ്റ് വൺ, ട്രിപ്ലെറ്റ് കോഡ്. ജനറ്റിക് കോഡ് ട്രിപ്ലെറ്റ് കോഡാണ്. നമ്മളിപ്പോൾ കണ്ടു അല്ലേ, UUU, UUC. എത്ര നൈട്രോജൻ ബേസസ് ചേർന്നാണ് ഒരു ജനറ്റിക് കോഡ് ഫോം ചെയ്യുന്നത്? 3 നൈട്രോജൻ ബേസസ് ആണ്. സോ ദാറ്റ് മീൻസ് ജനറ്റിക് കോഡ് ഈസ് ട്രിപ്ലെറ്റ്. യൂണിവേഴ്സൽ.
ജനറ്റിക് കോഡ് യൂണിവേഴ്സലാണ്. ദാറ്റ് ഈസ് ബാക്ടീരിയ മുതൽ ഹ്യൂമൻ ബീങ്സ് വരെ യു എന്നത് ഫീനൈൽ അലാനിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, എല്ലാ ഓർഗാനിസംസിലും ജനറ്റിക് കോഡ് സിമിലർ ആണ്. പക്ഷേ ഇവിടെ ഓർക്കേണ്ടത് മൈറ്റോകോൺഡ്രിയയിലും ചില പ്രോട്ടോസോയിൻസിലും ജനറ്റിക് കോഡിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. എക്സെപ്റ്റ് in these two cases. Okay, otherwise genetic code universal ആണ്. So first feature triplet code ആണ്, second one genetic code universal ആണ്, and third one contiguous, that is no punctuation. Continuous ആയാണ് genetic code എഴുതുക. There is no comma, there is no full stop, punctuations ഇതൊന്നും ഇല്ല. And next one unambiguous and specific. One codon codes for only one amino acid. Example UUU, that is coding for ഫീനൈൽ അലാനിൻ. ഒരു ജനറ്റിക് കോഡ് ഒരു അമിനോ ആസിഡിനെ മാത്രമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ജനറ്റിക് കോഡ് അണാംബിഗസ് ആണ്, സ്പെസിഫിക് ആണ്. ദാറ്റ് മീൻസ് സ്പഷ്ടവും കൃത്യവുമാണ്. ഓക്കെ, യു എന്ന കോഡ് ഏത് അമിനോ ആസിഡിനെ മാത്രമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഫീനൈൽ അലാനിൻ. സോ എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ജനറ്റിക് കോഡ് ഈസ് അണാംബിഗസ് ആൻഡ് സ്പെസിഫിക്, ജസ്റ്റിഫൈ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ വാട്ട് ഈസ് യുവർ ആൻസർ? One codon codes for only one amino acid. അതുകൊണ്ട് ജനറ്റിക് കോഡ് ഈസ് അണാംബിഗസ് ആൻഡ് സ്പെസിഫിക്. ഒരു ജനറ്റിക് കോഡ് ഒരു അമിനോ ആസിഡിനെ മാത്രമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ജനറ്റിക് കോഡ് അണാംബിഗസ് ആണ്, സ്പെസിഫിക് ആണ്. നെക്സ്റ്റ് ഫീച്ചർ, ജനറ്റിക് കോഡ് ഈസ് ഡീജനറേറ്റ് ഓർ ഡീജനറസി. എ സിംഗിൾ അമിനോ ആസിഡ് ഈസ് കോഡഡ് ബൈ മെനി കോഡോൺസ്. എക്സാമ്പിൾ കോഡോൺസ് ഫോർ ഫീനൈൽ അലാനിൻ ആർ UUU, UUC, എക്സെട്ര. ചില അമിനോ ആസിഡുകൾ ഒന്നിലധികം കോഡോൺസ് ഉണ്ട്. ഓക്കെ, ദർ ആർ സം എക്സ്ട്രാ കോഡോൺസ് ഫോർ സം അമിനോ ആസിഡ്സ്. ഫോർ എക്സാമ്പിൾ ഫീനൈൽ അലാനിൻ ആണെങ്കിൽ അതിൻ്റെ കോഡോൺസ് ഏതൊക്കെയാണ്? UUU, UUC, എക്സെട്ര. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഡീജനറസി. എ സിംഗിൾ അമിനോ ആസിഡ് ഈസ് കോഡഡ് ബൈ മെനി കോഡോൺസ്. ചില അമിനോ ആസിഡുകൾക്ക് ഒന്നിലധികം കോഡോൺസ് ഉണ്ട്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സെറീൻ്റെ കോഡോൺസ് ആണ് UCU, UCC, UCA, UCG, എക്സെട്ര. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഡീജനറസി. അണാംബിഗസ് ആൻഡ് സ്പെസിഫിക്കും ഡീജനറസിയും ഈ രണ്ട് ഫീച്ചേഴ്സും മാറിപ്പോവരുത്. ദാറ്റ് ഈസ് ഒരു കോഡോൺ ഒരു അമിനോ ആസിഡിനെ മാത്രം, അതാണ് അണാംബിഗസ് ആൻഡ് സ്പെസിഫിക് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ UUU എന്ന കോഡോൺ ഫീനൈൽ അലാനിനെ മാത്രമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, വേറെ അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യില്ല. ഇനി ചില അമിനോ ആസിഡുകൾക്ക് ഒന്നിലധികം കോഡോൺസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫീനൈൽ അലാനിൻ തന്നെ എടുത്താൽ ഫീനൈൽ അലാനിൻ്റെ ഡിഫറെൻറ്റ് കോഡോൺസ് ആണ് UUU, അതുകൂടാതെ UUC. ജനറ്റിക് കോഡോൺസ് ഡിസ്കവർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത സയൻറ്റിസ്റ്റ് ഉണ്ട്. സോ വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ദെയർ കോൺട്രിബ്യൂഷൻസ്. ഫസ്റ്റ് വൺ, ജോർജ് ഗാമോ സജസ്റ്റഡ് ദാറ്റ് ദ കോഡ് ഷുഡ് ബി മേഡ് അപ്പ് ഓഫ് 3 ന്യൂക്ലിയോടൈഡ്സ്. ജനറ്റിക് കോഡ് ട്രിപ്ലെറ്റ് കോഡോൺ ആണെന്ന് എക്സ്പെരിമെൻ്റ് വഴി കണ്ടെത്തിയത് ജോർജ് ഗാമോവാണ്. ഹർഗോവിന്ദ് ഖൊറാന ഡെവലപ്ഡ് ദ കെമിക്കൽ മെത്തേഡ് ഓഫ് സിന്തസൈസിങ് RNA വിത്ത് ഡിഫൈൻഡ് കോമ്പിനേഷൻസ് ഓഫ് ബേസസ്. ഡിഫറെൻറ്റ് നൈട്രജൻ ബേസസ് യൂസ് ചെയ്ത് കെമിക്കൽ മെത്തേഡിലൂടെ RNA കൃത്രിമമായി നിർമ്മിച്ചത് ഹർഗോവിന്ദ് ഖൊറാനയാണ്. സോ ഹി യൂസ് ഡിഫറെൻറ്റ് നൈട്രജൻ ബേസസ് യൂസ് ചെയ്ത് കെമിക്കൽ മെത്തേഡിലൂടെ RNAയെ കൃത്രിമമായി ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് വൺ, മാർഷൽ നിറൻബർഗ് ഡെവലപ്ഡ് സെൽ ഫ്രീ സിസ്റ്റം ഫോർ പ്രോട്ടീൻ സിന്തസിസ്. സെല്ലിന് പുറത്ത്, ദാറ്റ് ഈസ് ഇൻസൈഡ് സെല്ലല്ല, സെല്ലിന് പുറത്ത് പ്രോട്ടീൻ സിന്തസിസ് എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്ത സയൻറ്റിസ്റ്റാണ് മാർഷൽ നിറൻബർഗ്. ആൻഡ് നെക്സ്റ്റ് വൺ, സെവറോ ഒക്കോവ. പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറൈലേസ് ഈസ് യൂസ്ഡ് ടു പോളിമറൈസ് RNA വിത്ത് ഡിഫൈൻഡ് സീക്വൻസസ് ഇൻ എ ടെംപ്ലേറ്റ് ഇൻഡിപെൻഡൻറ്റ് മാനർ. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഇല്ലാതെ. സോ DNA രണ്ട് സ്ട്രാൻഡ്സ് അറിയാം, ടെംപ്ലേറ്റ് ആൻഡ് കോഡിംഗ് സ്ട്രാൻഡ്. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഇല്ലാതെ എൻസൈം യൂസ് ചെയ്ത് RNA സ്ട്രാൻഡ് നിർമ്മിച്ചത് സെവറോ ഒക്കോവ എന്ന സയൻറ്റിസ്റ്റാണ്. ഓക്കെ, എൻസൈമിൻ്റെ പേര് പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറൈലേസ് എൻസൈം. ഇതിനെ സെവറോ ഒക്കോവ എൻസൈം എന്നുകൂടി പറയും. സോ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഇല്ലാതെ തന്നെ ഈ എൻസൈം യൂസ് ചെയ്ത് RNA സ്ട്രാൻഡ് നിർമ്മിച്ചത് സെവറോ ഒക്കോവ എന്ന സയൻറ്റിസ്റ്റാണ്. ഈ ഒരു സെക്ഷൻ എക്സാമിന് മാച്ച് ദ ഫോളോവിങ് ആയി ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. സോ ഓരോ സയൻറ്റിസ്റ്റുമായി റിലേറ്റ് ചെയ്യുന്ന ഓരോ ടേംസ് അല്ലെങ്കിൽ ഓരോ വേർഡ്സ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. ആൻഡ് ദെർ ആർ സ്റ്റാർട്ട് കോഡോൺ ആൻഡ് സ്റ്റോപ്പ് കോഡോൺസ്. സ്റ്റാർട്ട് കോഡോൺ ഓർ ഇനീഷ്യേറ്റർ കോഡോൺ, സ്റ്റോപ്പ് കോഡോൺ ഓർ ടെർമിനേഷൻ കോഡോൺ. ട്രാൻസ്ലേഷന് സ്റ്റാർട്ട് ചെയ്യുന്ന കോഡോൺ ആണ് സ്റ്റാർട്ട് കോഡോൺ. ട്രാൻസ്ലേഷൻ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുന്ന കോഡോൺ ആണ് സ്റ്റോപ്പ് കോഡോൺ.
സ്റ്റാർട്ട് കോഡോൺ ഏതാണ്? AUG. സോ ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് mRNAയുടെ AUG എന്ന കോഡോണിൽ വെച്ചാണ്. ഓക്കെ, AUG കോഡ് ചെയ്യുന്നത് ഏത് അമിനോ ആസിഡിനാണ്? മെത്തിയോണിൻ. ആൻഡ് സ്റ്റോപ്പ് കോഡോൺ ട്രാൻസ്ലേഷന് ടെർമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നത് സ്റ്റോപ്പ് കോഡോണിൽ വെച്ചാണ്. mRNAയിൽ കാണുന്ന 3 തരം സ്റ്റോപ്പ് കോഡോൺസ് ഉണ്ട്: UAA, UAG ആൻഡ് UGA. ദേ ഡു നോട്ട് കോഡ് ഫോർ എനി അമിനോ ആസിഡ്. ഈ 3 കോഡോൺസും ഒരു അമിനോ ആസിഡിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. ഈ ഒരു സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർട്ട് കോഡോൺ ആൻഡ് സ്റ്റോപ്പ് കോഡോൺ. ദർ ഈസ് 1 സ്റ്റാർട്ട് കോഡോൺ AUG and there are 3 stop codons UAA, UAG and UGA. Next topic ആണ് regulation of gene expression. Gene action or gene expression central dogma എന്താണെന്ന് നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു. DNA-യിൽ നിന്നും ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് വഴി ഇൻഫോർമേഷൻ RNA-യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. RNA-യിലുള്ള ഇൻഫോർമേഷൻസ് യൂസ് ചെയ്ത് ട്രാൻസ്ലേഷൻ പ്രോസസ്സ് വഴി പ്രോട്ടീൻ ഫോം ചെയ്യും. അങ്ങനെ ഫോം ചെയ്ത പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. സോ ഈ പ്രോട്ടീൻസ് എല്ലാ സമയത്തും ആവശ്യമില്ല. ദാറ്റ് ഈസ് ജീൻസ് എല്ലാ സമയത്തും ഓൺ ആയിരിക്കില്ല. ജീൻ ഓൺ ആവുന്നുണ്ട്, ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ജീന് ഓഫായിരിക്കും. ദാറ്റ് ഈസ് ജീനിൻ്റെ ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. ഇൻ ദ കേസ് ഓഫ് യൂകാരിയോട്സ്, റെഗുലേഷൻ ഒക്യേഴ്സ് അറ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ, പ്രോസസ്സിംഗ് ലെവൽ, ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു ദ റൈബോസോം, ട്രാൻസ്ലേഷണൽ ലെവൽ. യൂകാരിയോട്സിൻ്റെ കേസിൽ റെഗുലേഷൻ, ജീൻ എക്സ്പ്രഷൻ്റെ റെഗുലേഷന് 4 ലെവൽസിൽ നടക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ. ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ തന്നെ റെഗുലേഷനും നടക്കുന്നുണ്ട്. സെക്കൻഡ് വൺ പ്രോസസ്സിംഗ് ലെവൽ, RNA പ്രോസസ്സിംഗ് ലെവൽ. ദാറ്റ് ഈസ് RNA പ്രോസസ്സിംഗ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്യാപ്പിംഗ്, സ്പ്ലൈസിംഗ്, ടെയിലിംഗ് ഇതൊക്കെ നടക്കുന്നത് RNA പ്രോസസ്സിംഗ് സമയത്താണ്. സോ RNA പ്രോസസ്സിംഗ് സമയത്ത് ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു ദ റൈബോസോം. ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ് DNA-യിൽ നിന്നും RNA ഫോം ചെയ്യും. ഈ പ്രോസസ്സ് നടക്കുന്നത് ന്യൂക്ലിയസിലാണ്. ന്യൂക്ലിയസിൽ നിന്നും RNA നെക്സ്റ്റ് റൈബോസോമിലേക്ക് മൂവ് ചെയ്യും. എന്തിനു വേണ്ടിയാണ്? ട്രാൻസ്ലേഷൻ പ്രോസസ്സിന് വേണ്ടി. സോ mRNA ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്തും ജീൻ എക്സ്പ്രഷൻ്റെ റെഗുലേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ട്രാൻസ്ലേഷണൽ ലെവൽ. ട്രാൻസ്ലേഷൻ നടക്കുന്ന സമയത്തും ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ 4 പോയിൻറ്റ്സും പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. യുക്കാരിയോട്സിൻ്റെ കേസിൽ റെഗുലേഷൻ നടക്കുന്നത് ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ, പ്രോസസ്സിംഗ് ലെവൽ, ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു ദ റൈബോസോം ആൻഡ് ട്രാൻസ്ലേഷണൽ ലെവൽ. Next, in the case of prokaryotes, operon concept, a set of genes regulating a metabolic reaction. Prokaryotes-ൽ ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. ഒരു മെറ്റബോളിക് റിയാക്ഷൻ, ദാറ്റ് ഈസ് കെമിക്കൽ റിയാക്ഷൻ, റെഗുലേറ്റ് ചെയ്യുന്ന ജീനുകളുടെ ഗ്രൂപ്പ് കൂട്ടത്തെയാണ് ഓപ്പറോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മെറ്റബോളിക് റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ കൺട്രോൾ ചെയ്യുന്ന ജീൻസ് ആണ്, ഒരുപാട് ജീനുകളുടെ ഒരു കൂട്ടത്തെയാണ് ഓപ്പറോൺ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ലാക് ഓപ്പറൺ ആണ്. ലാക് ഓപ്പറൺ ഇൻ E. coli, the operon controlling lactose metabolism. It was first elucidated by Jacob and Monod in 1961. Lac means lactose. Okay, lac എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ലാക്ടോസ് ആണ്. E. coli ബാക്ടീരിയ യൂസ് ചെയ്യുന്ന ഒരു ഫുഡ് സോഴ്സ് ആണ് ലാക്ടോസ്. ലാക്ടോസിൻ്റെ മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ജീൻസ് ആണ് ലാക് ഓപ്പറണിൽ കാണുന്നത്. ഓക്കെ, E. coli ബാക്ടീരിയ യൂസ് ചെയ്യുന്ന ഒരു ഫുഡ് സോഴ്സ് ആണ് ലാക്ടോസ്. ഈ ലാക്ടോസിൻ്റെ മെറ്റബോളിക് റിയാക്ഷൻ, അതായത് ലാക്ടോസിൻ്റെ കെമിക്കൽ റിയാക്ഷൻ കൺട്രോൾ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ജീൻസ് ആണ് ഈ ലാക് ഓപ്പറണിൽ കാണുന്നത്. ലാക് ഓപ്പറൺ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത് ജാക്കബ് ആൻഡ് മോണാർഡ്. ഇൻ വിച്ച് ഇയർ? ഇൻ 1961. ലാക് ഓപ്പറൺ എന്നത് ഒരു പോളിസിസ്ട്രോണിക് ജീനാണ്. പോളിസിസ്ട്രോണിക് ജീൻ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഈസ് ഒരു ജീൻ സെഗ്മെൻറ്റിൽ നിന്നും ഒന്നിലധികം പ്രോട്ടീൻസ് ഫോം ചെയ്യപ്പെടുന്നു. ഇവിടെ ലാക് ഓപ്പറണിൽ 3 ടൈപ്പ് എൻസൈംസ് ഓർ പ്രോട്ടീൻസ് ഫോം ചെയ്യുന്നുണ്ട്. ഈ 3 എൻസൈംസും ലാക്ടോസ് മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. E. coli ബാക്ടീരിയ എനർജി സോഴ്സായി യൂസ് ചെയ്യുന്ന ഡൈസാക്കറൈഡ് ആണ് ലാക്ടോസ്. ലാക്ടോസിനെ ഡീഗ്രേഡ് ചെയ്ത് ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് ആയി കൺവേർട്ട് ചെയ്താലേ E. coli ബാക്ടീരിയക്ക് ലാക്ടോസ് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ബീറ്റാ ഗാലക്ടോസിഡേസ്. ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം കൂടാതെ ട്രാൻസ് അസറ്റൈലേസ്, പെർമിയേസ് എന്നീ 2 എൻസൈംസും ആവശ്യമുണ്ട്.
സോ ലാക്ടോസ് മെറ്റബോളിസത്തിന് ആവശ്യമായ ഈ 3 എൻസൈംസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ സെഗ്മെൻ്റ് ആണ് ലാക് ഓപ്പറോൺ. ഓക്കെ, ഈ 3 എൻസൈംസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ പ്രോസസ്സ് വഴിയാണ്. ദാറ്റ് ഈസ് ഈ കൊലയിൽ കാണുന്ന ജീൻസ് ഓർ ലാക് ഓപ്പറോൺ അതിലുള്ള സ്ട്രക്ചറൽ ജീൻസ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ നടന്നാണ് ഈ 3 എൻസൈംസും ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കൊളൈ ബാക്ടീരിയ വളരുന്ന മീഡിയത്തിൽ ലാക്ടോസ് ഉണ്ടെങ്കിൽ ഈ 3 എൻസൈംസും ആവശ്യമുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ജീൻസ് എന്തായിരിക്കും? സ്വിച്ച് ഓൺ ആയിരിക്കും. ജീൻസ് ഫങ്ഷൻ ചെയ്ത് ഈ 3 എൻസൈംസും പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഈ കൊളൈ ബാക്ടീരിയ വളരുന്ന മീഡിയത്തിൽ ലാക്ടോസ് ഇല്ലെങ്കിലോ ഈ 3 എൻസൈംസിൻ്റെയും ആവശ്യമില്ല. ആ കേസിൽ ജീൻസ് സ്വിച്ച് ഓഫ് ആയിരിക്കും. ജീൻസ് ഫങ്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് മീഡിയത്തിൽ ലാക്ടോസ് ഇല്ല. സോ ലാക്ടോസിനെ ഡീഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഈ എൻസൈംസിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ദാറ്റ് മീൻസ് ലാക്ടോസ് ഉണ്ടെങ്കിൽ ജീൻസ് സ്വിച്ച് ഓൺ ആയിരിക്കും, ലാക്ടോസ് ഇല്ലെങ്കിൽ ജീൻസ് സ്വിച്ച് ഓഫ് ആയിരിക്കും. ഇത് എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒബ്സർവ് ദ ഫിഗർ. ഈ കൊളയിൽ കാണുന്ന ലാക്ടോസ് മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ലാക് ഓപ്പറണിൻ്റെ ഫിഗറാണിത്. ഇതിൻ്റെ ഓരോ പാർട്സും എക്സാമിന് ലേബൽ ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് PIPOZYA. ഈ രീതിയിൽ ഇത് ഓർമ്മിച്ച് വെക്കുക. പീപ്പോസിയ എന്ന രീതിയിൽ ഇത് ഓർമ്മിച്ച് വെക്കുക. PIPOZYA. ഇതിൻ്റെ ഓരോ പാർട്സും അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കാണുന്ന P എന്തായിരിക്കും? പ്രൊമോട്ടറാണ്. RNA പോളിമറേസ് ബൈൻഡ് ചെയ്യുന്ന പ്ലേസ് ആണ് P. ഓക്കെ, നെക്സ്റ്റ് കാണുന്ന I റിപ്രസർ പ്രോട്ടീന് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് മീൻസ് I ജീൻ എന്ന് പറയുന്നത് റെഗുലേറ്റർ ജീനാണ്. ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ പ്രോസസ്സ് നടന്ന് റിപ്രസർ പ്രോട്ടീന് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് കാണുന്നത് പ്രൊമോട്ടർ ആൻഡ് നെക്സ്റ്റ് വൺ ഓപ്പറേറ്റർ. സ്ട്രക്ചറൽ ജീനിനെ കൺട്രോൾ ചെയ്യുന്ന DNA സെഗ്മെൻ്റ് ആണിത്. സ്ട്രക്ചറൽ ജീന് നെക്സ്റ്റ് കാണുന്നതാണ് ZYA. ഈ 3 സ്ട്രക്ചറൽ ജീൻസിനെയും കൺട്രോൾ ചെയ്യുന്ന DNAയുടെ സെഗ്മെൻ്റ് ആണ് ഓപ്പറേറ്റർ റീജിയൺ. ആൻഡ് 3 സ്ട്രക്ചറൽ ജീൻസ് ഏതൊക്കെയാണ്? ZYA. Z ജീന് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ നടന്ന് ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ലാക്ടോസിനെ ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസായി കൺവേർട്ട് ചെയ്യുന്നത് ബീറ്റ ഗാലക്ടോസിഡേസ് ആണ്. ഓക്കെ, Y ജീൻ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ നടന്ന് പെർമേസ് എന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ലാക്ടോസിനെ മീഡിയത്തിൽ നിന്നും സെല്ലിലേക്ക് എൻ്റർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് പെർമേസ് ആണ്. ആൻഡ് A ജീന് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ നടന്ന് ട്രാൻസ് അസറ്റൈലേസ് എന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ലാക് ഓപ്പറണിൽ കാണുന്ന ഡിഫറെൻറ്റ് റീജിയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. P പ്രൊമോട്ടർ, I റെഗുലേറ്റർ റീജിയൺ, O ഓപ്പറേറ്റർ റീജിയൺ, ZYA structural genes. Promoter, site of attachment of RNA polymerase and initiate transcription. RNA polymerase വന്ന് ബൈൻഡ് ചെയ്യുന്ന റീജിയൺ ആണ് പ്രൊമോട്ടർ. അതിനുശേഷം ZYA ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. റെഗുലേറ്ററി ജീൻ ഓർ ഇൻഹിബിറ്റർ ജീൻ I കോഡ്സ് ഫോർ ദ റിപ്രസർ പ്രോട്ടീൻ. സോ നെക്സ്റ്റ് കാണുന്ന I ജീൻ ഇൻഹിബിറ്റർ ജീൻ ഓർ റെഗുലേറ്ററി ജീൻ റിപ്രസർ പ്രോട്ടീന് പ്രൊഡ്യൂസ് ചെയ്യും. ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടന്ന് റിപ്രസർ പ്രോട്ടീന് പ്രൊഡ്യൂസ് ചെയ്യും. ഓപ്പറേറ്റർ റീജിയൺ ഓർ ഓപ്പറേറ്റർ ജീൻ DNA സെഗ്മെൻറ്റ് വിച്ച് കൺട്രോൾ ദ സ്ട്രക്ചറൽ ജീൻസ്. സ്ട്രക്ചറൽ ജീൻസിനെ കൺട്രോൾ ചെയ്യുന്ന DNA സെഗ്മെൻ്റ് ആണ് ഓപ്പറേറ്റർ റീജിയൺ ഓർ ഓപ്പറേറ്റർ ജീൻ. ഇൻഡ്യൂസർ. ലാക്ടോസ് ഈസ് ദ ഇൻഡ്യൂസർ. ഇറ്റ് റെഗുലേറ്റ് സ്വിച്ചിങ് ഓൺ ആൻഡ് സ്വിച്ചിങ് ഓഫ് ദ ഓപ്പറോൺ. സോ ഇവിടെ ഇൻഡ്യൂസറായി ആക്ട് ചെയ്യുന്നത് ലാക്ടോസ് ആണ്. അത് ഇതിൻ്റെ ഫങ്ഷനിങ് പഠിക്കുന്ന സമയത്ത് ക്ലിയർ ആകും. ഓക്കെ, സോ ഇൻഡ്യൂസറായി ഫങ്ഷൻ ചെയ്യുന്നത് ലാക്ടോസ് ആണ്. ലാക്ടോസിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് റെഗുലേറ്റ്സ് സ്വിച്ചിങ് ഓൺ ആൻഡ് സ്വിച്ചിങ് ഓഫ് ദ ഓപ്പറോൺ. ഓപ്പറോണിൻ്റെ സ്വിച്ചിങ് ഓണും സ്വിച്ചിങ് ഓഫും റെഗുലേറ്റ് ചെയ്യുന്നത് ഇൻഡ്യൂസറാണ്. ദാറ്റ് ഈസ് ലാക്ടോസ് ആണ്. ലാക്ടോസ് ഉണ്ടെങ്കിൽ ജീൻസ് സ്വിച്ച് ഓൺ ആയിരിക്കും, ലാക്ടോസ് ഇല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആയിരിക്കും. And 3 structural genes ZYA. Z codes for beta galactosidase enzyme. It convert lactose to galactose and glucose. Z പ്രൊഡ്യൂസ് ചെയ്യുന്നത്, Z ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ പ്രോസസ്സ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം ആണ്. ആൻഡ് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം? ലാക്ടോസിനെ ഗാലക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ബീറ്റ ഗാലക്ടോസിഡേസ് ആണ്. ആൻഡ് Y കോഡ്സ് ഫോർ പെർമേസ് എൻസൈം. Y പ്രൊഡ്യൂസ് ചെയ്യുന്നത് പെർമേസ് എൻസൈം ആണ്. ആൻഡ് പെർമേസ് എൻസൈം ഇൻക്രീസസ് ദ പെർമിയബിലിറ്റി ഓഫ് സെൽ ടു ലാക്ടോസ്. ആൻഡ് A കോഡ്സ് ഫോർ ട്രാൻസ് അസറ്റൈലേസ് എൻസൈം. A പ്രൊഡ്യൂസ് ചെയ്യുന്നത് ട്രാൻസ് അസറ്റൈലേസ് എൻസൈം ആണ്. ഫങ്ഷനിങ് ഓഫ് ദ ലാക് ഓപ്പറൺ. ഫസ്റ്റ് കേസ്, വെൻ ലാക്ടോസ് ഓർ ഇൻഡ്യൂസർ ഈസ് ആബ്സെൻറ്റ്.
ഈക്കോളൈ വളരുന്ന മീഡിയത്തിൽ ലാക്ടോസ് ഇല്ലാത്ത സമയത്ത് എങ്ങനെയാണ് ലാക്ക് ഓപ്പറോൺ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ ഈക്കോളൈ വളരുന്ന മീഡിയത്തിൽ ലാക്ടോസ് ഇല്ലാത്ത സമയത്ത് എൻസൈംസിൻ്റെ ആവശ്യമില്ല, ജീൻസ് സ്വിച്ച്ഡ് ഓഫ് ആയിരിക്കും. എങ്ങനെയാണ് ഈ പ്രോസസ്സ് എന്ന് നോക്കാം. യു ക്യാൻ സീ ഹിയർ ദ റെഗുലേറ്റർ ജീൻ സിന്തസൈസസ് repressor mRNA. Repressor mRNA produces repressor. Repressor bind to the operator region, blocks RNA polymerase movement, prevents the transcription of structural genes. Okay, that means switched off. Lack operon is switched off. Observe here, in the absence of inducer. Inducer എന്ന് പറയുമ്പോൾ ലാക്ടോസ്. ലാക്ടോസ് ഇല്ലാത്ത സമയത്ത് സ്വിച്ച്ഡ് ഓഫ് ആയിരിക്കും. എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ റെഗുലേറ്റർ ജീൻ ഓർ ഇൻഹിബിറ്റർ ജീൻ ആയി ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് റിപ്രസർ mRNA പ്രൊഡ്യൂസ് ചെയ്യും. റിപ്രസർ mRNA ട്രാൻസ്ലേഷൻ നടന്ന് നെക്സ്റ്റ് റിപ്രസർ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും ഓർ റിപ്രസർ പ്രൊഡ്യൂസ് ചെയ്യും. റിപ്രസർ നേരെ പോയി ഓപ്പറേറ്റർ റീജിയണിൽ ബൈൻഡ് ചെയ്യും. ഓക്കെ, സോ RNA പോളിമറൈസ് എൻസൈമിന് ZYA ജീൻസിൻ്റെ അടുത്തെത്താൻ സാധിക്കില്ല. ZYA ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമോ? ഇല്ല. പ്രൊമോട്ടർ റീജിയണിൽ ബൈൻഡ് ചെയ്ത RNA പോളിമറൈസിന് ഓപ്പറേറ്റർ റീജിയണ് ക്രോസ് ചെയ്യാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? റിപ്രസർ പ്രോട്ടീൻ ഓപ്പറേറ്റർ റീജിയണിൽ ബൈൻഡ് ചെയ്യുന്നത് കൊണ്ട് RNA പോളിമറൈസ് എൻസൈമിന് മൂവ് ചെയ്യാൻ സാധിക്കില്ല. അത് കാരണം ZYA ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടക്കില്ല, 3 എൻസൈംസും ഫോം ചെയ്യില്ല. സോ ഈ ഒരു റെഗുലേഷൻ നടക്കുന്നത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ, അതായത് ഇൻഡ്യൂസർ ഇല്ലാത്ത സമയത്ത്, ലാക്ടോസ് ഇല്ലാത്ത സമയത്ത് സ്വിച്ച്ഡ് ഓഫ് ആണ്. ZYA ജീൻസ് ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ നടക്കില്ല, എൻസൈംസ് ഫോം ചെയ്യില്ല. എന്തൊക്കെയാണ് സ്റ്റെപ്സ്? ദ റെഗുലേറ്റർ ജീൻ സിന്തസൈസസ് റിപ്രസർ mRNA. റെഗുലേറ്റർ ജീന് റിപ്രസർ mRNA പ്രൊഡ്യൂസ് ചെയ്യും. റിപ്രസർ mRNA പ്രൊഡ്യൂസസ് റിപ്രസർ mRNA നെക്സ്റ്റ് റിപ്രസർ പ്രോട്ടീന് പ്രൊഡ്യൂസ് ചെയ്യും. റിപ്രസർ ബൈൻഡ് ടു ദ ഓപ്പറേറ്റർ റീജിയൺ, ബ്ലോക്ക് RNA പോളിമറൈസ് മൂവ്മെൻറ്റ്. റിപ്രസർ നേരെ പോയി എവിടെ ബൈൻഡ് ചെയ്യും? ഓപ്പറേറ്റർ റീജിയണിൽ ബൈൻഡ് ചെയ്യും. അത് കാരണം ആരുടെ മൂവ്മെൻറ്റ് ബ്ലോക്ക് ചെയ്യപ്പെടും? RNA പോളിമറൈസിന് നെക്സ്റ്റ് ഓപ്പറേറ്റർ റീജിയണിലെ കൂടെ മൂവ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, സോ RNA പോളിമറൈസ് ZYA ജീൻസിൻ്റെ അടുത്തെത്തിയാൽ മാത്രമാണ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ നടക്കുക. ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കില്ല, ട്രാൻസ്ലേഷൻ നടക്കില്ല. പ്രിവെൻറ്റ്സ് ദ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ദ സ്ട്രക്ചറൽ ജീൻസ്. അങ്ങനെ സ്ട്രക്ചറൽ ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷന് ബ്ലോക്ക് ചെയ്യപ്പെടും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് സ്വിച്ച്ഡ് ഓഫ്. നെക്സ്റ്റ്, വെൻ ലാക്ടോസ് ഓർ ഇൻഡ്യൂസർ ഈസ് പ്രസൻറ്റ്. ഈക്കോളൈ വളരുന്ന മീഡിയത്തിൽ ലാക്ടോസ് പ്രസൻ്റ് ആണെങ്കിൽ എങ്ങനെയാണ് ലാക്ക് ഓപ്പറോൺ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഒബ്സർവ് ഹിയർ, ഈക്കോളൈ വളരുന്ന മീഡിയത്തിൽ ലാക്ടോസ് പ്രസൻ്റ് ആണ്, അതുകൊണ്ട് എൻസൈംസിൻ്റെ ആവശ്യമുണ്ട്, ജീൻസ് സ്വിച്ച് ഓൺ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒബ്സർവ്, നേരത്തെ പറഞ്ഞതുപോലെ റെഗുലേറ്റർ ജീന് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് റിപ്രസർ mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. റിപ്രസർ mRNA ട്രാൻസ്ലേഷൻ നടന്ന് റിപ്രസർ പ്രോട്ടീൻ ഓർ റിപ്രസർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു? ലാക്ടോസ് മീഡിയത്തിൽ പ്രസൻ്റ് ആണ്. ലാക്ടോസ് മീൻസ് ഇൻഡ്യൂസർ. ഇൻഡ്യൂസർ നേരെ പോയി റിപ്രസർ പ്രോട്ടീനിൽ ബൈൻഡ് ചെയ്യും. അങ്ങനെ റിപ്രസറിനെ ഇനാക്റ്റീവ് ആക്കി മാറ്റും. ഇനാക്റ്റീവായ റിപ്രസറിന് എങ്ങോട്ട് പോകാൻ സാധിക്കില്ല? ഓപ്പറേറ്റർ റീജിയണിൽ പോകാൻ സാധിക്കില്ല. സോ പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്ത RNA പോളിമറൈസിന് ഈസിയായി ഓപ്പറേറ്റർ റീജിയൻ ക്രോസ് ചെയ്ത് ZYA ജീൻസിൻ്റെ അടുത്തെത്താൻ സാധിക്കും. അതിനുശേഷം ZYA ജീൻസ് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് ലാക്ക് mRNA പ്രൊഡ്യൂസ് ചെയ്യും. ലാക്ക് mRNA ട്രാൻസ്ലേഷൻ നടന്ന് 3 എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. ബീറ്റ ഗാലക്ടോസിഡേസ്, പെർമേസ് ആൻഡ് ട്രാൻസ് അസറ്റൈലേസ്. സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് ഈ ഒരു ഫിഗർ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈ പ്രോസസ്സ് ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ലാക്ടോസ് ബൈൻഡ് ടു ദ റിപ്രസർ പ്രോട്ടീൻ മേക്കിംഗ് ഇറ്റ് ഇനാക്റ്റീവ്. ലാക്ടോസ് മീഡിയത്തിൽ പ്രസൻ്റ് ആണ്. ലാക്ടോസ് റിപ്രസർ പ്രോട്ടീനിൽ ബൈൻഡ് ചെയ്ത് റിപ്രസറിനെ ഇനാക്റ്റീവ് ആക്കി മാറ്റും. റിപ്രസർ ഫെയിൽസ് ടു ബൈൻഡ് ടു ദ ഓപ്പറേറ്റർ റീജിയൺ. അങ്ങനെ റിപ്രസറിന് എവിടെ പോയി ബൈൻഡ് ചെയ്യാൻ സാധിക്കില്ല? ഓപ്പറേറ്റർ റീജിയണിൽ പോയി ബൈൻഡ് ചെയ്യാൻ സാധിക്കില്ല. The RNA polymerase binds with the promoter gene and transcribes structural gene. Lack operon switched on. RNA polymerase promoter region വന്ന് ബൈൻഡ് ചെയ്യും. അതിനുശേഷം സ്ട്രക്ചറൽ ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. സോ ദാറ്റ് മീൻസ് 3 എൻസൈംസും പിന്നീട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ആൻഡ് ദാറ്റ് മീൻസ് ദ ഓപ്പറോൺ ഈസ് നൗ സ്വിച്ച്ഡ് ഓൺ. സോ ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് ലാക്ക് ഓപ്പറോൺ. എക്സാമിന് ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ലാക്ക് ഓപ്പറോണിൻ്റെ ഡിഫറെൻറ്റ് റീജിയൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതേപോലെ ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ, ഈ 2 ഫിഗറും തന്ന്
അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്രൊസീജിയർ ഓഫ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്തതെന്ന് നോക്കാം. ഇതിൻ്റെ സ്റ്റെപ്സ് അങ്ങനെ എക്സാമിന് ചോദിക്കാറില്ല. അതിൽ ഇൻക്ലൂഡ് ചെയ്ത ചില പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഐസൊലേറ്റ് ദ DNA ഫ്രം എ സെൽ. ആദ്യം ഒരു സെല്ലിൽ നിന്നും DNA ഐസൊലേറ്റ് ചെയ്യണം. ആൻഡ് കൺവേർട്ട് ഇൻ ടു സ്മോൾ ഫ്രാഗ്മെൻറ്റ്സ്. DNA നെക്സ്റ്റ് സ്മോൾ ഫ്രാഗ്മെൻറ്റ്സ് ആയി കൺവേർട്ട് ചെയ്യണം. ക്ലോൺഡ് ഇൻ സ്യൂട്ടബിൾ ഹോസ്റ്റ് യൂസിങ് സ്പെഷ്യലൈസ്ഡ് വെക്ടേഴ്സ് BAC ആൻഡ് YAC. അതായത് DNA ആദ്യം സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് ഫ്രാഗ്മെൻറ്റ്സ് ആയി കൺവേർട്ട് ചെയ്യുക. ഈ ഫ്രാഗ്മെൻറ്റ്സിനെ ഒരു ഹോസ്റ്റിലേക്ക് കടത്തിവിടണം. ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഹോസ്റ്റാണ് ബാക്ടീരിയ ആൻഡ് ഈസ്റ്റ്. ഓക്കെ, എങ്ങനെയാണ് ഹോസ്റ്റിലേക്ക് കടത്തിവിടുക? അതിന് വെക്ടേഴ്സ് യൂസ് ചെയ്യണം. സോ യൂസ് ചെയ്യുന്ന വെക്ടേഴ്സ് ആണ് BAC ആൻഡ് YAC. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എക്സാമിന് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. BAC മീൻസ് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം, YAC മീൻസ് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. നെക്സ്റ്റ് വൺ, ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ജീനോം. ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ്. ഹ്യൂമൻ ജീനോമിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹ്യൂമൻ ജീനോം കണ്ടെയ്ൻസ് 3164.7 മില്യൺ ന്യൂക്ലിയോടൈഡ് ബേസസ്. സോ ഹ്യൂമൻ ജീനോമിൽ എത്ര ബേസസ് കാണാം? 3164.7 മില്യൺ ബേസ് പെയർസ് കാണാം. ഓക്കെ, ദ ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ്, ഹ്യൂമൻ ബീങ്സിൽ കാണുന്ന ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ് ഇറ്റ്സ് അറൌണ്ട് 30,000 ആണ്. ആവറേജ് ജീൻ കൺസിസ്റ്റ് ഓഫ് 3000 ബേസസ്. സോ ആവറേജ് ഒരു ജീനിൽ 3000 ബേസസ് ഉണ്ട്. ദ ലാർജസ്റ്റ് നോൺ ഹ്യൂമൻ ജീൻ ഡിസ്ട്രോഫിൻ കണ്ടെയ്ൻ 2.4 മില്യൺ ബേസസ്. സോ ലാർജസ്റ്റ് ഹ്യൂമൻ ജീൻ ഡിസ്ട്രോഫിൻ ആണ്. അതിൽ എത്ര ബേസസ് ഉണ്ട്? 2.4 മില്യൺ ബേസസ് ഉണ്ട്. 99.9% ന്യൂക്ലിയോടൈഡ് ബേസസ് ആർ എക്സാക്ട്ലി ദ സെയിം ഇൻ ഓൾ പീപ്പിൾ. 0.1 മേക്സ് ഈച്ച് ഓഫ് അസ് യുണീക്ക്. സോ 99.9 ന്യൂക്ലിയോടൈഡ് ബേസസും എല്ലാ ആൾക്കാരിലും ഒരേപോലെയാണ്. ഇനി ഓരോ ആൾക്കാരും ഡിഫറെൻ്റ് ആകുന്നത് 0.1% ഡിഫറൻസ് കൊണ്ട് മാത്രമാണ്. ഓക്കെ, ഫങ്ഷൻ ഓഫ് ഓവർ 50% ഓഫ് ദ ഡിസ്കവേർഡ് ജീൻസ് ആർ അൺനോൺ. സോ കണ്ടുപിടിക്കപ്പെട്ട ജീൻസിൽ 50% ജീൻസിൻ്റെ ഫങ്ഷൻസും അൺനോൺ ആയിരുന്നു. ലെസ് ദാൻ 2% ഓഫ് ദ ജീനോം കോഡ്സ് ഫോർ പ്രോട്ടീൻ. ജീനോമിൻ്റെ 2% താഴെ മാത്രമേ പ്രോട്ടീനെ ഫോം ചെയ്യുന്നുള്ളൂ, പ്രോട്ടീനെ കോഡ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് പ്രോട്ടീൻ ഫോം ചെയ്യുന്നുള്ളൂ. ഓക്കെ, റിപ്പീറ്റഡ് സീക്വൻസസ് മേക്കപ്പ് വെരി ലാർജ് പോർഷൻ ഓഫ് ദ ഹ്യൂമൻ ജീനോം. ഹ്യൂമൻ ജീനോമിൻ്റെ വലിയ പോർഷൻസും എന്താണ്? റിപ്പീറ്റഡ് സീക്വൻസസ് ആണ്. എന്താണ് റിപ്പീറ്റഡ് സീക്വൻസസ്? ഒരുപാട് പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്ന DNA സെഗ്മെൻറ്റ്സ് ആണ് റിപ്പീറ്റഡ് സീക്വൻസസ്. നൈട്രജൻ ബേസസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് പ്രാവശ്യം കാണും. ഇതാണ് റിപ്പീറ്റഡ് സീക്വൻസസ്. ആൻഡ് ക്രോമോസോം 1 ഹാസ് മോസ്റ്റ് ജീൻസ് 2968 ആൻഡ് ദ Y ഹാസ് ദ ഫ്യൂവസ്റ്റ് ജീൻസ് 231. ഏറ്റവും കൂടുതൽ ജീനുള്ളത് ക്രോമോസോം 1-നാണ്, ഏറ്റവും കുറവ് ജീനുള്ളത് ക്രോമോസോം Yക്കാണ്. ഓക്കെ, about 1.4 million locations where single base DNA differences SNPs, single nucleotide polymorphism, occur in humans. DNAയിൽ ഏകദേശം 1.4 മില്യൺ സ്ഥലങ്ങളിൽ സിംഗിൾ ബേസ് പെയർ DNA ഡിഫറൻസസ് കണ്ടെത്തിയിട്ടുണ്ട്. SNP ഇമ്പോർട്ടൻ്റ് ആണ്. SNP മീൻസ് സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം. ദാറ്റ് ഈസ് എല്ലാ ബേസ് പെയർസും സിമിലർ ആയിരിക്കും, പക്ഷേ ഒരു ബേസ് പെയറിൽ ഡിഫറൻസ് കാണിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള റീജൺസ് ആണ് SNP, സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം. അങ്ങനെ എത്ര ലൊക്കേഷൻസ് കണ്ടെത്തി? എബൌട്ട് 1.4 മില്യൺ ലൊക്കേഷൻസ്. സോ ഫീച്ചേഴ്സ് എന്ന് നിങ്ങൾക്ക് ഈസി ആയി തോന്നുന്ന കുറച്ച് പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കുക. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് DNA fingerprinting. ഇറ്റ് ഈസ് ദ ടെക്നിക് ടു ഐഡൻറ്റിഫൈ ദ വേരിയേഷൻ ഇൻ ഇൻഡിവിജ്വൽസ് അറ്റ് DNA ലെവൽ. ഓരോ ആൾക്കാരും തമ്മിൽ DNA ലെവലിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാനുള്ള ഒരു ടെക്നോളജി, ഒരു ടെക്നിക്കാണ് DNA fingerprinting. ആൻഡ് ഇത് ഡെവലപ്പ് ചെയ്തത്, ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ അലക് ജെഫ്രി. സോ അലക് ജെഫ്രി ആണ് ഈ മെത്തേഡ് ഡെവലപ്പ് ചെയ്തത്. ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്റ്റെപ്സ് ഓഫ് DNA fingerprinting. ഐസൊലേഷൻ ഓഫ് DNA ഐസൊലേറ്റ് ചെയ്യുക. ഡൈജഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ആദ്യം DNA ഐസൊലേറ്റ് ചെയ്യുക, DNA വേർതിരിച്ചെടുക്കുക. അതിനുശേഷം DNA കട്ട് ചെയ്യുക. ഏത് എൻസൈം യൂസ് ചെയ്താണ് DNA കട്ട് ചെയ്യുക? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം യൂസ് ചെയ്ത് DNA കട്ട് ചെയ്യുക. സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ് ബൈ ജെൽ ഇലക്ട്രോഫോറസിസ്. ജെൽ ഇലക്ട്രോഫോറസിസ് യൂസ് ചെയ്ത് DNA ഫ്രാഗ്മെൻറ്റ്സ് നെക്സ്റ്റ് സെപ്പറേറ്റ് ചെയ്യുക. ട്രാൻസ്ഫറിങ് ഓർ ബ്ലോട്ടിംഗ് സിംഗിൾ സ്ട്രാൻഡഡ് DNA ഫ്രാഗ്മെൻറ്റ്സ് ടു സിന്തറ്റിക് മെംബ്രെയിൻസ് സച്ചസ് നൈട്രോസെല്ലുലോസ് ഓർ നൈലോൺ. അങ്ങനെ വേർതിരിച്ച DNA ഫ്രാഗ്മെൻറ്റ്സ് എന്ത് ചെയ്യണം? ഒപ്പിയെടുക്കണം. നെക്സ്റ്റ് ഹൈബ്രിഡൈസേഷൻ. VNTR യൂസ് ചെയ്ത് ഹൈബ്രിഡൈസ് ചെയ്യുക.
ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ഹൈബ്രിഡൈസ്ഡ് DNA ഫ്രാഗ്മെൻറ്റ്സ് ബൈ ഓട്ടോറേഡിയോഗ്രാഫി യൂസ് ചെയ്ത് ഹൈബ്രിഡൈസ്ഡ് DNA ഫ്രാഗ്മെൻറ്റ്സ് ഡിറ്റക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ സ്റ്റെപ്സ് ഓർത്ത് വെക്കുക. ഐസൊലേഷൻ, ഡൈജഷൻ, സെപ്പറേഷൻ ഓഫ് ഫ്രാഗ്മെൻറ്റ്സ്, ട്രാൻസ്ഫറിങ്, ഹൈബ്രിഡൈസേഷൻ ആൻഡ് ഡിറ്റക്ഷൻ. ആപ്ലിക്കേഷൻ ഓഫ് DNA ഫിംഗർ പ്രിൻറ്റിംഗ്. സോ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഫോറൻസിക് ടൂളായിട്ട് യൂസ് ചെയ്യാം. എന്തിനു വേണ്ടിയാണ്? ടു സോൾവ് പാറ്റേണിറ്റി, റേപ്പ്, മർഡർ. ഓക്കെ, റേപ്പ് കേസസ്, മർഡർ കേസസ്, അതായത് പാറ്റേണിറ്റി പ്രോബ്ലംസ്, ഇതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി DNA ഫിംഗർ പ്രിൻറ്റിംഗ് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട് ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് ജനറ്റിക് ഡിസീസസ്. സോ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഈ ഫിഗർ ഒന്ന് നോട്ട് ചെയ്യുക. ഈ ഫിഗർ തന്ന എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. വിച്ച് ടെക്നോളജി ഈസ് യൂസ്ഡ് ഹിയർ? ഏത് ടെക്നോളജിയാണ്? DNA ഫിംഗർ പ്രിൻറ്റിംഗ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തത് അലക്സ് ജെഫ്രി. ഇതിൽ കാണുന്ന ഫസ്റ്റ് വൺ C സാമ്പിൾ എന്ന് പറയുന്നത് ക്രൈം സീനിൽ നിന്ന് കിട്ടിയ സാമ്പിളാണ്. A&B എന്ന് പറയുന്നത് സസ്പെക്റ്റിൻ്റെ സാമ്പിളാണ്. സോ ഇത് നോക്കി ആരാണ് കൾപ്രിറ്റ് എന്ന് പറയാൻ പറ്റും അല്ലേ? ഇതിൻ്റെ DNA ബാൻഡ്സ് സിമിലർ ആണെങ്കിൽ ഈസിയായി ഐഡൻറ്റിഫൈ ചെയ്യാം. സോ ഇതിൽ B ആണ് ശരിക്കും കുറ്റവാളി അല്ലേ? സോ എക്സാമിന് ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം.